മീരേ, ഒന്നവിടെ നിന്നേ. എന്താ ശ്രുതി അവിടെ നിൽക്കുക? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ശ്രുതി? ശ്രുതി എവിടേക്കാണ് പോയത്? അത് ശ്രുതി, എനിക്ക് ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട്, ഞാൻ അങ്ങോട്ട് പോകട്ടെ. അവിടെ നിൽക്കുക, ഞാൻ ചോദിച്ചതിന് സമാധാനം പറഞ്ഞിട്ട് വന്നാൽ മതി. ശ്രുതി എന്നെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ മീരയുടെ കൂടെ പോയേക്കണമെന്ന്. മീരേനെ ഞാനിപ്പോൾ ഇവിടെ കാണുകയും ചെയ്തു. ഇപ്പോൾ ഇതിൽ ഞാൻ ഏതാ വിശ്വസിക്കേണ്ടേ? സത്യം പറ, ശ്രുതി എവിടേക്കാണ് പോയേക്കണത്? അത് പിന്നെ ശ്രുതി പോയേക്കണത് വേറെ മീരയുടെ കൂടെയാണ്. ശ്രുതി ഏത് മീരയുടെ കൂടെ? വേറൊരു ക്ലയൻറ്റ് ഉണ്ട് മീര, അവളുടെ കൂടെയാവും പോയിട്ടുണ്ടാവുക. അതെ, എനിക്ക് ഓഫീസിൽ പോയിട്ട് ഇത്തിരി തിരക്കാണ്, ഞാൻ പോട്ടെ. ശ്രുതി, കൂട്ടുകാരെ, ശ്രുതിയുടെ കള്ളത്തര ശ്രുതി കയ്യോടെ പിടിക്കുന്ന എപ്പിസോഡാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചെമ്പന്തിപ്പൂവിലേക്ക് സ്വാഗതം. അങ്ങനെ എന്തായി? വർഷയും രേവതി, സച്ചി, ശ്രീകാന്തും കൂടി വഴക്കുകൂടി അടികൂടി അവർ തമ്മിൽ പിരിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്ന ചന്ദ്രമതിനെ വിഡ്ഢിയാക്കിക്കൊണ്ട് അവരവിടെ ഇങ്ങനെ വഴക്കൂടണ പോലെ അഭിനയിച്ച് തകർക്കുകയാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വർഷയും ശ്രീകാന്തോട് റൂമിൽ വന്നപ്പോൾ വർഷ പറയാണ്, എനിക്ക് ഇഷ്ടമാവണില്ല ശ്രീകാന്ത ഈ നാടൻ കളി. എൻ്റെ സ്വഭാവം ഇങ്ങനെ നേരെ ഇപ്പോൾ എന്നുള്ളതാണല്ലോ എൻ്റെ ക്യാരക്ടർ, അത് നിനക്ക് അറിയാലോ. എനിക്കിത് തീരെ പറ്റണില്ല. നമ്മളെന്തിനാ ആൻറ്റിയെ പേടിച്ച് ഇങ്ങനെയൊക്കെ നിൽക്കണം? നമ്മളുള്ള കാര്യം സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ആൻറ്റിയോട് സംസാരിച്ചാൽ പോരെ? രേവതി ചേച്ചി പറയുന്നിട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നാൽ നിൻ്റെ അമ്മോട് 4 വർത്തമാനം പറയാൻ എനിക്ക് അറിയായികയല്ല ശ്രീകാന്ത്. അപ്പോൾ ശ്രീകാന്ത് പറയും, ഇതിപ്പോൾ എൻ്റെ അമ്മോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം എൻ്റെ അമ്മ പോയിട്ട് നിൻ്റെ അമ്മോട് പറഞ്ഞുകൊണ്ടല്ലേ നിൻ്റെ അമ്മ പോയിട്ട് രേവതി ചേച്ചിയോട് ചൂടായത്? അതല്ലേ രേവതി അടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായത്? അതെ, അതിന് ഞാൻ എൻ്റെ അമ്മയ്ക്കല്ലേ ഞാൻ കൊടുത്തോളാം, ഇപ്പം തന്നെ കൊടുക്കാം എന്നിട്ട് വർഷ അങ്ങനെ ഫോൺ വിളിക്കുകയാണ് അവളുടെ അമ്മേനെ. അങ്ങനെ മഹിമ ഫോൺ എടുത്ത്, എന്താ മോളെ വിശേഷം, സുഖമല്ലേ നിനക്ക്? എന്താ വിളിച്ചെന്നോ? നമ്മുടെ ഫാമിലിയിൽ സൈക്കാട്രിസ്റ്റ് ഇല്ലേ അമ്മേ? ആ ഉണ്ടല്ലോ, വേഗം അദ്ദേഹത്തിന് ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തോളൂ. എന്തിനാ മോളെ, ആർക്ക് അപ്പോയിൻമെൻറ്റ് ചോദിക്കുമ്പോൾ എനിക്കൊന്നല്ല അമ്മയ്ക്ക് തന്നെ വേണ്ടി വരും. അമ്മ എന്തോരം പ്രാന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ ഇങ്ങനെ രേവതി ചേച്ചീനെ വിളിച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആ പാവത്തിനോട് പറയാൻ പോയത്? അത് പിന്നെ നിൻ്റെ അമ്മായിമ്മ എന്നോട് പറഞ്ഞപ്പോഴല്ലേ, രേവതി നിൻ്റെ കൂടെ കൂടിയിട്ട് നീ ആകെ വഷളായി, അമ്മായിമ്മയ്ക്ക് വില കൊടുക്കണില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴല്ലേ. അതങ്ങോട്ട് പറയുമ്പോഴത്തേക്കും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയാതെ ഓടിപ്പോയി ആ രേവതി ചേച്ചിയോട് പോയിട്ട് അമ്മ ദേഷ്യപ്പെട്ടല്ലേ. അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ശരിക്കും അമ്മയ്ക്ക് പ്രാന്താണ്. അമ്മ എന്തിനാ വെറുതെ എൻ്റെ കാര്യത്തിൽ ഇടപെടണം? എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട യാതൊരുവിധ ആവശ്യമില്ല അമ്മയ്ക്ക്. എങ്ങനെ പെരുമാറണമെന്ന്, എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാലോ. ഇതെന്താ പക്ഷേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിൻ്റെ നന്മയെ കരുതിയല്ല ഞാൻ ചെയ്തത്. ഓ, ഒരു നന്മ. എന്നിട്ട് ആ പാവത്തിൻ്റെ കൂടെ പോയി ചൂടായി, അപ്പോൾ സമാധാനമായി അല്ലേ? അതിനെ കുറേ ചീത്ത പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സമാധാനമായില്ലേ? എന്താ വർഷം നീ ഇങ്ങനെയൊക്കെ എന്നോട് ചൂടാവണം? ഞാൻ നിൻ്റെ നല്ലതിനെ കരുതിയിട്ട്. ദേ, ഞാൻ ഒരു കാര്യം പറയും, ഇനി മേലല്ല എൻ്റെ കാര്യങ്ങളിൽ ഇടപെടരുത്. എൻ്റെ ലൈഫിൽ അമ്മ ഇടപെടേണ്ട, എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. ഇനി ഇതിൻ്റെ പേരിലങ്ങനെ രേവതി ചേച്ചിയോട് പോയിട്ട് എന്തെങ്കിലും പറയാൻ നിന്നുണ്ടെങ്കിൽ അപ്പോഴുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് വർഷ ഫോൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് വർഷ ശ്രീകാന്തിനോട് പറയാണ്, ശ്രീകാന്തേ, എൻ്റെ ഭാഗം ഞാൻ ന്യായീകരിച്ചു. നേരെ വാ നേരെ പോ എന്നുള്ളത് എൻ്റെ ക്യാരക്ടർ. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു, അമ്മയ്ക്കുള്ളത് കൊടുത്തു. ഇനി നീ നിൻ്റെ അമ്മയെ വിളിക്കുക, അമ്മയ്ക്കുള്ളത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ശ്രീകാന്ത്, ഈശ്വര പെട്ടു, പണി എനിക്കായല്ലോ ദൈവമേ. എന്നിട്ട് അത് പിന്നെ വർഷ എന്ന് പറയുമ്പോൾ, എനിക്കറിയാം നീ പേടിത്തൊണ്ടനാടാ, നീ പറയില്ല എന്ന് എനിക്കറിയാം. എന്തായാലും ഞാൻ കുറച്ച് ദിവസം കൂടി ഈ നാടകങ്ങളിലേക്കൊക്കെ കൂട്ടി നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറയാണ് വർഷ. അങ്ങനെ ചന്ദ്രമതിയെ പറ്റിച്ചുകൊണ്ടാണ് അവർ തമ്മിൽ, വർഷയും രേവതി ശ്രീകാന്തും ഒക്കെ കൂടിയിട്ട് പിണങ്ങി എന്നുള്ള ആ ഒരു പ്ലാനിങ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലല്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സച്ചി ഒരു കാറും കൊണ്ട് വാടക പണിതാണ്. അപ്പോൾ അതിലൊരാളിരിക്കുന്നുണ്ട്. അപ്പോൾ അയാളോട് ചോദിക്കും, സാറേ എവിടേക്കാണ് പോകണ്ടേ ചോദിക്കുമ്പോൾ പറയും, എനിക്ക് നേരത്തിന് എത്താൻ പറ്റുമല്ലോ അല്ലേ? എത്താൻ പറ്റും സാർ. സാറിന് എവിടേക്കാണ് പോകേണ്ടത്? കല്യാണമാണ്, എന്തെങ്കിലും ഫംഗ്ഷനാണ്? അല്ലടെ, ഒരു പെണ്ണ് കാണാൻ പോവാ. പെണ്ണ് കാണാനോ? അതെ, ഒറ്റയ്ക്ക്. അപ്പോൾ സാറിൻ്റെ കൂടെ വേറെ ആരും ഇല്ലേ? അവരൊക്കെ അങ്ങോട്ട് എത്താമെന്നാണ് മനക്കണേ. വീട്ടുകാർ കുറേ കാലമായി എന്നെ നിർബന്ധിക്കണം പെണ്ണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പോവാറില്ല. എനിക്കിങ്ങനെ ഈ ലൈഫ് ഇനി പെണ്ണ് കണ്ട് കല്യാണമൊക്കെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ പാരയാവുമെന്ന് പേടിച്ചിട്ടാന്നൊക്കെ പറയും. അല്ല, ചേട്ടൻ്റെ അഭിപ്രായം എന്താ ചേട്ടാ കല്യാണം നടക്കുന്നതിനെ പറ്റിയിട്ടെന്ന് ചോദിക്കുകയാണ് കസ്റ്റമർ സച്ചിയോട്. അപ്പോൾ സച്ചി പറയാണ്, കല്യാണോ ഒന്നും പറയണ്ട, എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം പറയാതിരിക്കുക ഭേദം. കല്യാണം കാണാൻ വേണ്ടി മണ്ഡപത്തിൽ വന്നപ്പോഴാണ് ഞാൻ കല്യാണച്ചക്കനായത്. കല്യാണം കാണാൻ വേണ്ടി മണ്ഡപത്തിൽ വന്നപ്പോൾ, അപ്പം നിങ്ങളുടെ ഇഷ്ടപ്രകാരമല്ലേ കല്യാണം നടന്നത്? അല്ല, എൻ്റെ ഇഷ്ടപ്രകാരമല്ല കല്യാണം നടന്നത്, പക്ഷെ പിന്നീട് ഇഷ്ടപ്പെടാൻ തുടങ്ങി കേട്ടോ എന്നൊക്കെ പറയുകയാണ് സച്ചി. അതെ, അതൊരു യാദൃശ്ചികമായി നടന്നതാണ്. അല്ല, ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഭാര്യമാരൊക്കെ എങ്ങനെയാവും ചേട്ടാ? ഭാര്യമാരിപ്പോൾ എങ്ങനെയാവും എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നന്നാവും. അല്ല, ചേട്ടൻ്റെ വൈഫ് എങ്ങനെയാണ്? ചില സമയത്ത് അവൾക്ക് ഭയങ്കര സ്നേഹമാണ്, ചില സമയത്ത് അവളൊരു പാവ, ചില സമയത്ത് അവളുണ്ടല്ലോ, അവളൊരു
ചീറ്റപ്പുലി പോലെ ചീറിയിട്ട് വരും. അങ്ങനത്തെ ഒരു സ്വഭാവം, ഒരു പിശാചിനെ പോലെയാന്നൊക്കെ പറയും സച്ചി. എന്നാലും എനിക്കിഷ്ടം അവളെ, അവൾക്ക് എന്നെ ഇഷ്ടമാണ്, ഞങ്ങളുടെ ജീവിതം കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചിരിക്കണതിൻ്റെ ഇടയിൽ ചേട്ടാ എന്തായാലും നിങ്ങളുടെ കല്യാണം നടക്കട്ടെ സാറേ, നന്നായിട്ട് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടും, ധൈര്യമായിട്ട് കല്യാണം കഴിക്കാമല്ലോ ചേട്ടാ ചോദിക്കുമ്പോൾ ധൈര്യമായിട്ട് ഇറങ്ങാം, എന്തായാലും കഴിച്ചല്ലേ പറ്റൂ, ബാക്കിയൊക്കെ നമുക്ക് വരും പോലെ ഇതാവാം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങനെ അയാൾക്ക് ധൈര്യം കൊടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് സച്ചിയുടെ വണ്ടി പോയിട്ടൊരു സ്കൂട്ടിയിൽ തട്ടുന്നത്. അപ്പോൾ സ്കൂട്ടിയിൽ തട്ടുമ്പോൾ സ്കൂട്ടി ഓടിക്കുന്നത് വേറെ ആരുമില്ല, നമ്മുടെ രേവതിയാണ്. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്, തനിക്കൊന്നും കണ്ണില്ലേ മുഖത്ത്, എങ്ങോട്ട് നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്, ഇറങ്ങി വാടോ പുറത്തേക്ക് എന്നൊക്കെ പറയണം രേവതി സച്ചിയോട്. അവർ തമാശയായിട്ട് വഴക്കൂടാണ് കേട്ടോ. അങ്ങനെ സച്ചി കരഞ്ഞിറങ്ങി, എവിടെ നോക്കിയിട്ടാണ് നീ വണ്ടി ഓടിക്കണം, നിനക്ക് എന്താ കണ്ണ് കണ്ടോട്ടെ, തനിക്ക് കണ്ണ് കണ്ടോട്ടോ, ഞാൻ നല്ല വഴി കൂടെയല്ലേ വന്നത്, താനല്ലേ വന്ന് എൻ്റെ വണ്ടിയിൽ തട്ടിയ, എൻ്റെ വണ്ടിക്ക് കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് എനിക്ക് കഷ്ടപ്പെട്ട് മേടിച്ചെന്ന വണ്ടിയാണ്, അത് നേരാക്കാനുള്ള പൈസ തരണം. അതെ എൻ്റെ വണ്ടിക്കും കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്, എൻ്റെ ഭാര്യ എനിക്ക് കഷ്ടപ്പെട്ട് സമ്പാദിച്ചെന്ന വണ്ടിയാണ്, അതും ഡാമേജ് ആണ്. ഓ ഇപ്പം അങ്ങനെ, ഇപ്പം കുറ്റം എൻ്റെ മേൽക്കായോ, പിന്നല്ലാതെ തൻ്റെ ഒരു ഭാര്യ, നിൻ്റെ ഒരു ഭർത്താവ്, ഇതേ എൻ്റെ ഭർത്താവിനെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ, ഇതേ എൻ്റെ ഭാര്യയെ പറ്റി നീ പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞിട്ട് രേവതി സച്ചിയും കൂടി പൊരിഞ്ഞടിയാണ് റോട്ടിൽ നിന്നിട്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കാറിനുള്ളിൽ ഓട്ടം വിളിച്ചാൽ പുറത്തേക്ക് ഇറങ്ങി ആകെ പേടിച്ച് നിൽക്കണം. അപ്പോൾ രണ്ട് വഴിപോക്കർ അവിടെ ഉണ്ട്. അവർ വന്നിട്ട് ചോദിക്കും എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അതേ ഈ തെറ്റ് തൻ്റെ ഭാഗത്താ, ആ പെൺകുട്ടി കറക്റ്റായിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ടെന്നവേ നഷ്ടപരിഹാരം കൊടുക്കുക, വണ്ടി നേരാക്കുള്ള പൈസ കൊടുക്കുക എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ സച്ചിയെ വണ്ടി നേരാക്കാൻ, അതേ വണ്ടി നേരാക്കുള്ള പൈസ ഇല്ലേ, താൻ വിവരം അറിയുമെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ആരാടോ എൻ്റെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെടാൻ, ഞങ്ങൾ വിളിച്ചോ നിങ്ങളതിനെ പ്രശ്നത്തിൽ ഇടപെടണം ചോദിച്ചിട്ട് രേവതി അവരോട് ചൂടാവാണ്. ഇപ്പോൾ ബാധ്യ പ്രതിയായോ, എന്താ പെങ്ങൾക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ സംസാരിച്ചത്, പെങ്ങൾക്ക് വേണ്ടി, ഇത് ആരാന്നറിയോ, നിങ്ങൾക്ക് എന്താണെന്നിട്ട് ഇദ്ദേഹത്തിനോട് ചൂടാവണേ. അപ്പോൾ സച്ചി പറഞ്ഞു ചേട്ടന്മാരെ നിങ്ങളിപ്പോൾ ഒക്കെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഹസ്ബൻഡും വൈഫ് ഞങ്ങൾ വെറുതെ തമാശയ്ക്ക് തല്ലൂടിയതാ, നിങ്ങളിപ്പോൾ ഓഹോ ഇപ്പം അങ്ങനെയായോ, ഹസ്ബൻഡും വൈഫൊക്കെ അങ്ങ് വീട്ടിൽ വഴിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തല്ലൂടല്ലേ പെങ്ങളെ, അതൊക്കെ വീട്ടിൽ തല്ലൂടിയിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കണ യാത്രക്കാരൻ, വണ്ടിയിൽ യാത്ര ചെയ്യണ ആൾ പറയാണ്, അയ്യോ ചേട്ടാ അത് ചേട്ടൻ്റെ വൈഫ്, ചേട്ടൻ പറഞ്ഞ പിശാചിനെ പോലുള്ള സ്വഭാവം എന്ന് പറയുന്നത് ഇതാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ രേവതി പിശാചിനെ പോലുള്ള സ്വഭാവം അല്ല രേവതി മോളെ സുന്ദരി, അത് പിന്നെ സച്ചേട്ടൻ വെറുതെ മിണ്ടരുത്, ഇപ്പം ഇങ്ങനെയൊക്കെയാണല്ലേ പറഞ്ഞു കൊടുത്തേക്കണേ, ശരിയാക്കി തരാം കേട്ടാ, നിങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് വാ, നിങ്ങൾക്കുള്ള ഞാൻ തരാം അങ്ങനെ പറഞ്ഞിട്ട് രേവതി സച്ചിയോട് പിണങ്ങിയിട്ട് വണ്ടി എടുക്കുകയാണ്. അപ്പോൾ സച്ചി പറയണേ നിൽക്ക് രേവതി, സച്ചേട്ടനൊന്ന് പറയട്ടെ എന്നൊക്കെ പറയാണ്. പക്ഷെ രേവതി നിൽക്കില്ല, രേവതി സങ്കടത്തിൽ വണ്ടി എടുത്തിട്ട് പോയി. അപ്പോൾ സച്ചി പറയും ഏത് നേരത്താടോ തൻ്റെ വായന ഇത് വരാൻ തോന്നിയത്, അല്ല സാർ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞല്ലോ അല്ലാത്തൊന്നും പറഞ്ഞല്ലോ, ഓ അല്ല സാർ ഞാൻ ഇനിയിപ്പോൾ കല്യാണം, താൻ എന്തെങ്കിലും ചെയ്യേ, കല്യാണം കഴിക്കാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യും, വണ്ടി കയറടോ പറയാണ് സച്ചി. അങ്ങനെ യാത്രക്കാരനെ കൊണ്ട് സച്ചി പോവാണ്. സച്ചിക്കുള്ള ഇടി പാഴ്സലായിട്ട് വരുമെന്ന് ഉറപ്പായി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ശ്രുതിയുടെ അമ്മ ഹോസ്പിറ്റലിലാണല്ലോ, മൈൽഡ് അറ്റാക്ക് വന്നിട്ട്. അപ്പോൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ശ്രുതി ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഹോം നേഴ്സ് വന്നു. എന്നിട്ട് പറയണ ശാലിനി എൻ്റെ അമ്മേനെ നന്നായി നോക്കണം, അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, മോനെ നോക്കണം, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, നിനക്ക് കറക്റ്റായിട്ട് മാസം ശമ്പളം നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാട്ടോ എന്നൊക്കെ പറയാണ്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി, ഞാൻ എൻ്റെ അമ്മയെ പോലെ നോക്കിക്കോളാം ചേച്ചി, അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, ഇവർക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല, ഇവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം ചേച്ചി എന്നൊക്കെ പറയാണ്. അത് പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതി പറയണ ശരി ഇന്നിപ്പോൾ ശാലിനി പൊക്കോ, നാളെ ഡിസ്ചാർജ് ആവും, അപ്പോൾ നാളെ ശാലിനി വരേണ്ടി വരും കേട്ടോ, ഞാൻ വന്നോളാം ചേച്ചി എന്ന് പറയണം. അപ്പോൾ ആദ്യം പറയണേ എന്തിനാ അമ്മമ്മേനെ നോക്കാൻ വേറൊരാൾ, ഞാൻ നോക്കില്ല അമ്മമ്മേനെ ചോദിക്കുമ്പോൾ. അപ്പോൾ ശാലിനി പറയാണ് മോനെ നമുക്ക് രണ്ടാൾക്കും കൂടി അമ്മമ്മേനെ നോക്കാട്ടോ, മോന് സ്കൂളിലൊക്കെ പോകണ്ടേ, അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടി നോക്കാട്ടോ. അപ്പോൾ എന്നാൽ ശരി എന്ന് പറയണം. അപ്പോൾ ശാലിനി അങ്ങനെ യാത്ര പറഞ്ഞ്, ഹോം നേഴ്സാണ്, യാത്ര പറഞ്ഞിട്ട് ശ്രുതിയോട് യാത്ര പറഞ്ഞ് അങ്ങനെ പോകണം. അപ്പോൾ ശ്രുതി പറയണം അമ്മേ ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ജ്യൂസ് എന്തെങ്കിലും മേടിച്ചിട്ട് വരാം, പോണ വഴിക്ക് ശ്രുതിനെ ഒന്ന് വിളിക്കണം ഫോണിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയ സമയത്ത് തന്നെ ശ്രുതിയുടെ കോൾ വരണം. ശ്രുതിയുടെ കോൾ വരുമ്പോൾ ശ്രുതി ഫോണെടുത്ത് ശ്രുതി എന്താ ശ്രുതി, ഞാനിപ്പോൾ ശ്രുതിയെ വിളിക്കണം എന്ന് വിചാരിച്ചുള്ള പറയുമ്പോൾ ശ്രുതി നീ എവിടെയാ, ഞാൻ കുറച്ച് ദൂരത്താ, എന്താ പരിപാടി, അല്ല വേറെ ഒന്നുമില്ല, ഞാൻ മീരയുടെ കൂടെ അവളുടെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് വന്നേക്കാം, ഞാൻ വരാൻ കുറച്ച് ലേറ്റാവും, എന്താ ശ്രുതി ചോദിക്കുമ്പോൾ പറയാം എന്തോരം ജോലികളാ എൻ്റെ ശ്രുതി, നിനക്ക് ഈ ഷോപ്പിൽ നിനക്ക് അറിഞ്ഞൂടെ, നീയല്ല അക്കൗണ്ട്സ് ഒക്കെ നോക്കണം, നിനക്ക് ഇവിടെ പിടിപ്പത് പണിയില്ലേ, എന്നിട്ട് നീ എന്തിനാ ഒരു ഉപകാരമില്ലാതെ മീരയുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ശ്രുതി നോക്കുമ്പോൾ കാണുന്നത് മീര ശ്രുതിയുടെ ഷോപ്പിലേക്ക് കയറി വരുന്നതാണ്. ചങ്ങാതിമാരെ അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. കാരണം ശ്രുതിയുടെ കള്ളത്തരം ശ്രുതി കയ്യോടെ പിടിച്ചിരിക്കുകയാണ്.
അല്ല പെട്ടെന്ന് ശ്രുതിയുടെ ഭാവം മാറും. ശ്രുതി ചോദിക്കും, ശ്രുതി നിൻ്റെ കൂടെ ഇപ്പം മീര ഉണ്ടോ? ആ ഉണ്ട് ഉണ്ട് ശ്രുതി, മീരയുടെ കൂടെയാണ് ഞാൻ നിൽക്കണത്. ശ്രുതി എനിക്ക് ഇത്തിരി തിരക്കാണ്, ഞാൻ വെക്കാട്ടോ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് ഫോൺ വെക്കുകയാണ്. പക്ഷേ ശ്രുതി കണ്ടു മീര ശ്രുതിയുടെ കടയിലേക്ക് ഷോപ്പിലേക്ക് വരുന്നത് ശ്രുതി കണ്ടിട്ടാണ് ഇത് ചോദിക്കുന്നത്. അപ്പം മീരേനെ കാണാം. അപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കും, ശ്രുതി കള്ളം പറയാനല്ലേ എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും മീരയ്ക്ക് ശ്രുതിയുടെ ഫോൺ വരും. അപ്പോൾ മീര ഫോൺ എടുക്കുമ്പോൾ പറയും, മീര ഞാൻ അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും, എടി ഞാനിങ്ങനെ അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നു. ഞാൻ ശ്രുതി വിളിച്ചപ്പോൾ പറഞ്ഞത് നിൻ്റെ കൂടെ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി വന്നേക്കാണെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. നീ അങ്ങനെ പറഞ്ഞോ? നീ എന്തിനാ അങ്ങനെ പറഞ്ഞു? എന്തേ ഞാൻ ഇപ്പോൾ ശ്രുതിയുടെ കടയിലടി. ദൈവമേ അതെ. അപ്പോൾ പെട്ടെന്ന് ശ്രുതി മീരേനെ നോക്കണത് മീര കാണും. മീര പറയും, ശ്രുതി എന്നെ കണ്ടു, ശ്രുതി നിൻ്റെ കള്ളത്തരങ്ങൾ മുഴുവൻ പൊളിഞ്ഞു എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ഇനി അവിടെ നിൽക്കണ്ട, ശ്രുതിയോടൊന്നും മിണ്ടണ്ട, മീര അവിടെ നിന്ന് വേഗം പൊക്കോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം എന്നൊക്കെ പറയാൻ. അങ്ങനെ മീര അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കാൻ നിൽക്കുന്ന സമയത്ത് ശ്രുതി വന്നിട്ട് മീരേ നിൽക്കുക അവിടെ പറയും. അപ്പോൾ മീര അവിടെ നിൽക്കും. മീരേ ശ്രുതി എവിടെ ചോദിക്കും. അപ്പോൾ ശ്രുതി ഒരു സ്ഥലം വരെ പോയേക്കല്ലേ. അതെ, മീരയുടെ കൂടെ പോയേക്കണമെന്നല്ല അവൾ എന്നോട് പറഞ്ഞത്, പക്ഷെ മീര ഇവിടെ നിൽക്കണു. അപ്പോൾ പിന്നെ അവൾ ആരുടെ കൂടെ എവിടേക്കാണ് പോയേക്കണേ? അതെ, വേറൊരു മീരയുണ്ട്, ഒരു ക്ലൈൻറ്റ്. വേറൊരു മീരയുണ്ട്, ഒരു ക്ലൈൻറ്റ്, അതിൻ്റെ കൂടെ പോയേക്കണേ. സത്യം പറ, ശ്രുതി എവിടേക്കാണ് പോയേക്കണേ ചോദിക്കുകയാണ് ശ്രുതിക്ക് പെട്ടെന്ന് ശബ്ദമൊക്കെ കനത്തു. ശ്രുതി ചോദിക്കുമ്പോൾ മീരയ്ക്ക് എങ്ങനെ മീര അത് പിന്നെ അവൾ ക്ലൈൻറ്റിൻ്റെ കൂടെ അല്ലേ, എനിക്ക് ഓഫീസിൽ പോയിട്ട് ഇത്തിരി അത്യാവശ്യമുണ്ട്, ഞാൻ പോട്ടെ പറഞ്ഞിട്ട് മീര അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കുകയാണ്. പക്ഷേ ശ്രുതിയുടെ എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് ശ്രുതിക്ക് മനസ്സിലായിക്കണം. ഇനി ശ്രുതി അതിലെന്ത് നുണ പറഞ്ഞിട്ടാണ് ശ്രുതിയുടെ വായടയ്ക്കാന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ശ്രുതി സംശയിച്ച് നിൽക്കുകയാണ്, എന്താ ഉണ്ടാവുകയെന്നറിയാതെ ശ്രുതി സംശയിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവിടെ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരില്ലേ എന്നൊക്കെ നമുക്കപ്പം അറിയാം. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രോദയാണ്. സച്ചി പേടിച്ച് വിറച്ച് രേവതിക്കുള്ള പിണക്കം മാറ്റാനുള്ള ഹലുവ പൊതിയും കൊണ്ട് സച്ചി വരുന്നുണ്ട്. രേവതി അവിടെ തുടക്കുകയാണ്. അപ്പം മോളെ രേവതി എന്നൊക്കെ, ഇതേ മിണ്ടരുത്, ഞാൻ ഇതേ ചീറ്റപ്പുലിയാണ്, ഞാൻ പിശാചാണ്, ഞാൻ എങ്ങനെ പെരുമാറാന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ മറ്റേ രേവതി സച്ചിനെ തുടയ്ക്കണം മോപ്പ് കൊണ്ട് അടിക്കാൻ പോവാൻ. അയ്യോ എന്നൊന്നും ചെയ്യല്ലേ, ഞാനത് അപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, ഞാനത് യാത്രക്കാരനോട് അതിൻ്റെ ഫ്ലോക്ക്. ഓഹോ, അപ്പോൾ നിങ്ങൾ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടാണല്ലേ നിങ്ങളുടെ ഓട്ടം മുഴുവൻ പിടിക്കണേ. അല്ല, നമ്മൾ കസ്റ്റമേഴ്സിനെ മുഷ്മിപ്പിക്കാതെ സംസാരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് രേവതി എന്നൊക്കെ പറയുമ്പോൾ, അപ്പം നിങ്ങൾ എല്ലാവരോടും എന്നെപ്പറ്റി ഇങ്ങനെയാണല്ലേ പറയാറ്, നിങ്ങളെന്നെയൊക്കെ സ്നേഹിക്കണം എന്നെ വേണം പറയാൻ, ഞാൻ അങ്ങനെ ആരോടെങ്കിലും നിങ്ങളെ പറ്റിയിട്ട് അങ്ങനെ പറയണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി രേവതിയും കൂടി അതിൻ്റെ പേരിൽ കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളുമാണ്. അവർ തമ്മിലുള്ള ആ ഒരു തല്ലൂട്ടത്തിലാണ് ഇന്നത്തെ ക്ലൈമാക്സ് ഭരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം, വർഷയുടെ അടുത്തുനിന്ന് മഹിമയ്ക്ക് നല്ല ഡോസ് കേട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ശ്രുതിയുടെ കള്ളത്തരം ശ്രുതി പെട്ടെന്ന് ഫോണിൽ കൂടെ തന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താ ഉണ്ടാവുക എന്ന് നമുക്ക് നേരിട്ടറിയാം. അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും താങ്ക് യു കേട്ടോ.